യിലുള്ള എല്ലാവരുടെയും വീടുകളിലൊരു കാര്യം വന്നാലും അതിനുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അരി തന്നെ ഒരുപാട് തവണയായി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും വലിയൊരു സഹായം തന്നെയാണ്. അപ്പം നമുക്കിങ്ങനെ ഒരു സംഘം ഉള്ളതും ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ ഒരു ഇതുള്ളതും കുട്ടികളെ വിദ്യാഭ്യാസ സഹായം നൽകുന്നത്, ചികിത്സാ സഹായം നൽകുന്നതും ഇതെല്ലാം വളരെ നല്ലൊരു കാര്യം തന്നെ. അരിയൊക്കെ കിട്ടിയോ? കിട്ടി. എല്ലാ വർഷവും കിട്ടാറുണ്ടോ? ഉണ്ട്. ഇത്രയും പുരോഗമനം വരാനുള്ള ഒരൊറ്റ വ്യക്തി ഇവർ ഈ കുടുംബമാണ്. ഇവർ ആദ്യം 15 കസേര മാറ്റി തരാമെന്ന് പറഞ്ഞത് കൊണ്ടും ആണ് നമ്മൾ ഈ കസേര മാറ്റാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത്. 50 കസേരയായി. മേശ മാച്ചപ്പോൾ ആരും പറഞ്ഞതല്ല, 15 മേശ മാച്ചപ്പോൾ 5 മേശ അവർ മാച്ച തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 കൂടെ നിങ്ങൾ വാങ്ങി 10 എണ്ണാവൂന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയപ്പം 15 മേശയായി. അങ്ങനെ അരി കൊടുക്കുമ്പോഴൊക്കെ ഓരോ ചാക്കരി 6ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എടുത്തു തരും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അംബികയെ ആദരിക്കുന്നു. പോത്തങ്കോട് വാവറയമ്പലം ആനക്കോടുള്ള SNDP ശാഖയുടെ നേതൃത്വത്തിൽ ഇന്ന് ഗുരുദേവന്റെ സമാധി ദിനാചരണത്തോടനുബന്ധിച്ചുകൊണ്ട് ഈ ഒരു ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തിയവർക്കും ഒപ്പം തന്നെ ചികിത്സാ സഹായം വേണ്ടവർക്കും ഒപ്പം തന്നെ ഭക്ഷ്യ വസ്തു വരെ അരി വരെ വിതരണം ചെയ്തുകൊണ്ട് ശാഖയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പരിപാടി നടന്നിരിക്കുകയാണ്. ഇപ്പോൾ മിക്കവരും ഇവിടെ എത്തി. അപ്പോൾ തിരിച്ചു പോകുന്നത് കയ്യിൽ സാധനവും നിറഞ്ഞ മനസ്സുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശ രീതിക്ക് ഒരു പരിപാടി വിജയകരമായെന്നതല്ലേ തെളിവ്? നമ്മൾ വിചാരിച്ച കണക്കിന് വിജയകരമായി തന്നെ നടന്നു വന്നതിന് മുമ്പും വർഷം തോറും ഇങ്ങനെ ഓണക്കിറ്റ് ഇവർക്ക് കൊടുക്കും. ചികിത്സാ സഹായങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഇത് തകർന്ന ഒരു നിലയിലായിരുന്നു. 4 വർഷമായി ഞാൻ വളരെ സജീവമായിട്ട് എന്നോട് ഒരുപാട് സുഹൃത്തുക്കളെല്ലാം കൂടെ സഹകരിച്ചാണ് നമ്മളിത് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കസേര, മേശ, ടാർപ്പ, സകല ഉപകരണങ്ങളും അവരെ വീട്ടിലെ ആവശ്യത്തിന് അവരെ സ്വന്തം വക പോലെ എടുത്തുകൊണ്ട് പോയി ഉപയോഗിച്ചിട്ട് 10 പൈസയും കൊടുക്കാതെ ഇവിടെ കൊണ്ടിടയും. അതുപോലെ തന്നെ മരണം നടക്കുന്ന സ്ഥലത്ത് ഈ ദഹന സാമഗ്രികളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് വേറെ ഉൾപ്പെടെ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ തന്നെ അതിനെ ദഹിപ്പിച്ച് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് 10 പൈസ അതിന് വാങ്ങിക്കാറില്ല. മേശ, കസേര, സകല സാധനങ്ങളും 16 ദിവസം വരെ അവിടെ ഇട്ടിരിക്കുകയും ചെയ്യും. അതിനൊന്നും പൈസ നമ്മൾ വാങ്ങിക്കില്ല, നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വരികയും. അല്ലാതെ നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടി നടത്തിയിട്ടുണ്ട്. പരിപാടിയുമായി ബന്ധപ്പെട്ട എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ? ഞങ്ങളുടെ ചെമ്പഴന്തി ഗുരുകുല യൂണിയൻ്റെ ഭാരവാഹികളാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ മഞ്ഞമല സുഭാഷ്, അതുപോലെ ഞങ്ങളുടെ യൂണിയൻ കൗൺസിൽ ബിജു കരിയിൽ, ശാഖയുടെ സെക്രട്ടറി ബാബു. ഞങ്ങളുടെ യൂണിയൻ്റെ കീഴിൽ 34 ശാഖകളുണ്ട്. ഈ 34 ശാഖകളിൽ ഇതുപോലുള്ള സമാധി ദിനാചരണം ഗംഭീരമായി നടന്നു. രാവിലെ മുതൽ തുടങ്ങിയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി ഇവിടെ വന്നു. അതുപോലെ തന്നെ എല്ലാ ശാഖകളിലും പോലെ തന്നെ വളരെ ഗംഭീരമായി വാവറമ്പലം ശാഖ ഇതുപോലെ കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി, പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്നതിന്, സാമ്പത്തിക സഹായം ചെയ്യുന്നതിന്, ചികിത്സ സഹായം ചെയ്യുന്നതിനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ശാഖകളിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഗുരുദേവൻ്റെ സഹായം കൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയായി നടക്കുകയും ഗുരുദേവൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന വിദ്യാർത്ഥികളെല്ലാം ഒരു വളരെ സന്തോഷത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്ന ഈ മൊമെൻ്റ് ആയിരുന്നാലും ക്യാഷ് അവാർഡുകൾ അവർ ഏറ്റുവാങ്ങുന്നത്. അവരെല്ലാം പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തി വളരെ നല്ല രീതിയിൽ സഹകരണമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. മേലിലും നമ്മുടെ യൂണിയൻ്റെ എല്ലാവിധ സഹായങ്ങളും അവർക്കുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു കിറ്റ് വിതരണം നടത്തിയിരിക്കുന്നത്. അത് അത്ര ശ്രമകരമാണ്, എളുപ്പകരമല്ലെങ്കിലും അത് വിജയകരമായിട്ട് നടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതക്കാരെയും ഉൾപ്പെടുത്തി അത് ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമായിരുന്നു. SNDPയിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ. SNDPക്കാർ മാത്രമേ എല്ലാ സമുദായങ്ങൾക്കും ഇത് കണക്ക് ജീവകാരുണ്യ കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ നമ്മളെല്ലാ കാര്യത്തിലും ആ പാത പിന്തുടരുകയാണ്. നമ്മളെ വീട്ടിൽ ഒരു ഈടൊരുക്കെന്ന് പറഞ്ഞൊരു കാര്യം, ഒരു മരിപ്പോ ഒരു നിശ്ചയപ്പോ എന്ത് വന്നാലും ഒരു സാധനത്തിന് വെളിയിൽ പോകണ്ട. മറ്റേ നമ്മൾ എത്ര രൂപ വാടക കൊടുത്താണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം ഒരു നിശ്ചയപ്പിനായാലും ഒരു ചെറിയ ഒരു കല്യാണത്തിനായിരുന്നാലും ഒരു മരിപ്പിനായിരുന്നാലും അതിനെ കത്തിക്കുന്ന ഉപകരണം തൊട്ട് എല്ലാ സാധനവും ഇവിടെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സെക്രട്ടറി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് എന്ത് ചടങ്ങ് വന്നാലും പിന്നെ ഒരു പൈസ വാങ്ങിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്.